ഇന്ന് രാവിലെ നേരം പുലർന്ന ഉടനെ തന്നെ ഇ.ഡി. ഓഫീസിലേക്ക് വീണ വിജയൻ എത്തുകയാണ്. കഴിവിന്റെ പരമാവധി വീണയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ അത് മാധ്യമങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ ക്യാമറയ്ക്ക് പിന്തിരിഞ്ഞു നിൽക്കുന്ന വീണയെയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. പരമാവധി ക്യാമറയ്ക്ക് മുഖഭാവം നൽകാതെ പിന്തിരിഞ്ഞാണ് വീണ ഇ.ഡി. ഓഫീസിനകത്തേക്ക് കയറി ചെന്നത്. കൈ ശൂന്യമാണ്. നിലവിൽ ഒരു രേഖകളും കയ്യിലില്ല. ആകപ്പാടെ ഒരു സൈഡ് ബാഗ് മാത്രമാണുള്ളത്. ആ ബാഗിനകത്ത് വലിയ വെയിറ്റും ഇല്ല. ഒരു ഫോൺ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് തോന്നുന്നു. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ റിയാസിന് ഭർത്താവിന്റെ അകമ്പടിയോ വലിയ ഇന്നോവ കാറിന്റെ അകമ്പടിയോ ഒന്നുമില്ല. വരുന്നു, ഒപ്പിടുന്നു, കയറുന്നു. ഇതായിരുന്നു അവസ്ഥ. ഏറെ വിഷമത്തോടു കൂടിയാണ് വീണ എത്തിയത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് 29-ാം തീയതിയാണ് രണ്ടാം സമൻസ് അയച്ചിരുന്നത് ഇ.ഡി. 29-ാം തീയതി വളരെ നേരത്തെ 25-ാം തീയതി തന്നെ എത്തുന്നു. മാധ്യമങ്ങൾക്കൊക്കെ തന്നെ വളരെ ബ്രേക്കിംഗ് ആയിരുന്നു ഈ ഒരു വാർത്ത. കാരണം വീണ വിജയൻ ഒരു കാരണവശാലും ഇ.ഡി. ഓഫീസിലേക്ക് എത്തുമെന്നുള്ള ഒരു തരത്തിലുമുള്ള വിവരവും ലഭിച്ചിരുന്നില്ല. ആ ഘട്ടത്തിലാണ് വീണ വിജയൻ ഇപ്പോൾ ഇ.ഡി. ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇ.ഡിക്ക് അതീവ നിർണായകമായ രേഖകൾ കിട്ടിയിരുന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു. അതിന് പിന്നാലെ ഇ.ഡി. വീണ വിജയനെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുമല്ലെങ്കിൽ 29-ാം തീയതി എത്താൻ സാധിക്കില്ല എന്ന് തിരിച്ച് ഇ.ഡിയുടെ സമൻസിന് റിപ്ലൈ നൽകിയപ്പോൾ ഒരു പക്ഷേ എന്നാൽ നേരത്തെ വരൂ എന്ന് ഇ.ഡി ഒരു പക്ഷേ റിപ്ലൈ നൽകിയിട്ടുണ്ടാകണം. സാധാരണഗതിയിൽ സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ 172 ചോദ്യങ്ങളാണ്, ഒന്നും രണ്ടുമല്ല 172 ചോദ്യങ്ങളാണ് വീണ വിജയൻ നിന്നും ചോദിച്ച് ഉത്തരങ്ങൾ തേടിയിരിക്കുന്നത്. അതിൽ പകുതി മുക്കാൽ ചോദ്യങ്ങൾക്കും ഓർമ്മയില്ല സാർ, മറന്നുപോയി സാർ, ഞാൻ അത്ര ഓർക്കുന്നില്ല സാർ എന്നൊക്കെ തന്നെയായിരുന്നു. തിരിച്ചും മറിച്ചുമൊക്കെ ഈ ഓർമ്മയില്ല എന്ന വാക്കുകൾ എടുത്തു പ്രയോഗിക്കുന്ന വീണ വിജയനെയാണ് ചോദ്യം ചെയ്യലിലുടനീളം ഇ.ഡി കണ്ടത്. അതുകൊണ്ട് തന്നെ 172 ചോദ്യങ്ങൾ ചോദിച്ചിട്ടും കിട്ടാത്ത ഉത്തരം ഇന്ന് വീണ്ടും ചോദ്യത്തിൽ നിന്ന് കിട്ടും എന്നാണ് ഇ.ഡി കരുതുന്നത്. അങ്ങനെ കരുതിയില്ലെങ്കിൽ തന്നെ ഈ വീണയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള എല്ലാ തെളിവുകളും എല്ലാ മുറകളും ഇ.ഡി എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണഗതിയിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുകൾ കണ്ടുകെട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മരവിപ്പിക്കുക എന്നുള്ള, സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്ന നടപടിയിലേക്കാണ് സാധാരണഗതിയിൽ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ ലോക്കറിൽ നിന്നും തിരുവനന്തപുരത്തെ ലോക്കറിൽ നിന്നും അതീവ നിർണായക രേഖകൾ പരിശോധിക്കാൻ എത്തിയത്. CMRL കേസുമായി ബന്ധപ്പെട്ട്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തെളിവുകളും ഇ.ഡിക്ക് അവിടെ നിന്ന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ എന്നൊക്കെയാണ് വീണ വിജയൻ ലോക്കറിലേക്ക് വന്നതെന്നും ലോക്കർ എന്നൊക്കെയാണ് തുറന്നത് എന്നുള്ള ബാങ്കിന്റെ രേഖകൾ അടക്കമുള്ളവ വാങ്ങിയിട്ടുണ്ട്. ഇനി ബാങ്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഇ.ഡി ശ്രദ്ധയിൽപ്പെടുത്തും. അതും ഒരു കേസായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല, സത്യസന്ധമായിട്ടുള്ള കണക്കുകളാണെങ്കിൽ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ച് ഇ.ഡി അതിലൊരു നിഗമനത്തിലെത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഇന്നും രേഖകൾ കൊണ്ടുവരാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു രേഖയും വീണ വിജയൻ കരുതിയിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കരുതിക്കൂട്ടി ഓർമ്മയില്ല സാർ എന്നുള്ള മറുപടി പറയാൻ തന്നെ ആയിരിക്കും വന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ നിന്നും താൻ ഒളിച്ചോടുന്നില്ല, താൻ ധീരവനിതയാണ് എന്ന് കാണിക്കാനായിരിക്കണം ഒരു പക്ഷേ ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും അത്തരം ഇമേജ് ക്രിയേറ്റ് ആവുന്നില്ല. കാരണം ഇതിനു മുമ്പ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ചോദ്യം ചെയ്ത് വിളിപ്പിച്ചപ്പോൾ ആരോഗ്യപരമായി വളരെ ദുർഘടമാണ് തന്റെ അവസ്ഥ എന്നാണ് വീണ വിജയൻ പറഞ്ഞത്. പക്ഷെ അത് മുഖവിലക്കെടുക്കാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് ചോദ്യം ചെയ്യാം എന്നുള്ള ഘട്ടത്തിൽ ഇ.ഡി എത്തിയപ്പോഴാണ്, വിടാതെ പിന്തുടർന്ന ഇ.ഡി എത്തിയപ്പോഴാണ് എന്തായാലും ചോദ്യം ചെയ്യാനൊക്കെ എത്താം എന്ന് കരുതുന്നത്. ഏതായാലും CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടി ഇ.ഡിക്ക് മുന്നാകെ വീണ്ടും എത്തിയിട്ടുണ്ട്. 29-ന് ഹാജരാകാം എന്നായിരുന്നു നേരത്തെ വീണ അറിയിച്ചത്. എന്നാൽ ഇന്നലെ SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134 രേഖകൾ ഇ.ഡിക്ക് ലഭിച്ചിരുന്നു. നേരത്തെ കോടതി ഉത്തരവായിരുന്നു എങ്കിലും SFIOയിൽ നിന്നും അത് ലഭിക്കാൻ താമസം നേരിട്ടിരുന്നു. ഈ രേഖകൾ കൂടി മുൻനിർത്തിയായിരിക്കും വീണയുടെ ചോദ്യം ചെയ്യൽ. ആ രേഖകൾ കൂടി കിട്ടിയെന്നറിഞ്ഞപ്പോൾ വീണയ്ക്ക് ഇരിക്കപ്പുറതിയില്ല എന്നുള്ളതൊരു അവസ്ഥയായിരുന്നു. മാത്രമല്ല SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും ഒരു ഫ്രോഡ് പണി നടത്തുമോ, അല്ലെങ്കിൽ SFIO വീണയെ തുണയ്ക്കുമോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിനേതായാലും SFIO നിൽക്കില്ല എന്ന് വ്യക്തമാകുന്നു. ജൂൺ 17 നടത്തിയ ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയായിരിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യൽ. ആദ്യം ചോദ്യം ചെയ്യലിൽ പല രേഖകളും ഹാജരാക്കാൻ കൂടുതൽ സാവകാശം വേണമെന്ന് ഇ.ഡിയോട് വീണ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നീട്ടിയത്. നേരത്തെ ഹാജരായപ്പോൾ വീണ നൽകിയ അക്കൗണ്ട് വിശദാംശങ്ങളും കരാർ രേഖകളും ഇ.ഡി പരിശോധിച്ചു. ഇതിന്റെ തുടർച്ചയായി തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിലെ ലോക്കർ അടക്കം തുറന്ന പരിശോധന നടത്തി. വീണയുടെ ചോദ്യം ചെയ്യലിന് തുടർച്ചയായി CMRL, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്നീ കമ്പനികളുടെ ഡയറക്ടർ
ഡയറക്ടർമാരായ കർത്ത കുടുംബത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ. കരിമണൽ കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ സുപ്രധാന വിവരങ്ങളുള്ള തെളിവുകളെല്ലാം വെച്ചുള്ള ചോദ്യം ചെയ്യൽ വീണയ്ക്ക് നിർണായകമാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കുമോ എന്നും വ്യക്തമല്ല. അന്വേഷണ പുരോഗതി ഇ ഡി ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ട് വിലയിരുത്തുന്നതിനാൽ ഡയറക്ടറേറ്റിന്റെ തീരുമാനങ്ങളും നിർണായകമാകും. 2024 ആരംഭിച്ച അന്വേഷണത്തിനിടയിൽ ആരുടെയും അറസ്റ്റ് ഇതുവരെ ഇ ഡി രേഖപ്പെടുത്തിയിട്ടില്ല. വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡിനെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതി വിദേശത്തേക്ക് കടന്നു. CPM പ്രവർത്തകനായ പാളയം സന്തോഷാണ് വിദേശത്തേക്ക് കടന്നത്. സന്തോഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ ഇ ഡി നടത്തിയ റെയ്ഡിന് ശേഷം മടങ്ങിയ ഉദ്യോഗസ്ഥരുടെയും അവരുടെ വാഹനത്തിന്റെയും CPM DYFI പ്രവർത്തകർ ചേർന്ന് ആക്രമിക്കുകയും ചെയ്തിരുന്നു. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും കരിമണൽ കമ്പനിയായ CMRനും തമ്മിൽ സേവനങ്ങളൊന്നും നൽകാതെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത്. കേരള ഹൈക്കോടതി ഇ ഡി അന്വേഷണത്തിന് അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെ മെയ് 27-നാണ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ഇ ഡി ഒരേ സമയം റെയ്ഡ് നടത്തിയത്. തിരുവനന്തപുരത്ത് ഏകദേശം 8 മണിക്കൂറോളം പരിശോധന നീണ്ടു നിന്നിരുന്നു. പരിശോധന കഴിഞ്ഞ് മടങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ സമരക്കാർ തടഞ്ഞു നിർത്തി. കല്ലുകൾ, കമ്പുകൾ, അതുപോലെ തന്നെ കട്ടകൾ എന്നിവ ഉപയോഗിച്ച് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഇ ഡി ഉദ്യോഗസ്ഥരെ വധശ്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ഈ പ്രകടനക്കാർ ആക്രമിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് മറ്റ് അകമ്പടികളൊന്നുമില്ല. ഒറ്റയ്ക്കാണ് വീണ വന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇന്ന് എത്ര മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്ന് കണ്ടറിയണം. കഴിഞ്ഞ ദിവസം 8 മണിക്കൂറാണ് കഴിഞ്ഞ തവണത്തെ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നത്.